ഈ കഥ ജീവിതത്തിൽ ഒരു കാര്യത്തിലും തൃപ്തരാകാത്തവരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ സന്തോഷമുള്ളവരുമായി കരുതുന്നവരുമായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരിക്കൽ ഒരു കാക്ക ദുഃഖിതനായി കാണപ്പെട്ടു. ഒരു ദിവസം ഒരു മരത്തിന്റെ ചില്ലയിലിരുന്ന് അവൻ കരയാൻ തുടങ്ങി. ആ മരത്തിന്റെ കീഴെ ഒരു സന്യാസി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കാക്കയുടെ ഒരു തുള്ളി കണ്ണുനീർ സന്യാസിയുടെ കയ്യിൽ വീണത്. കാക്ക കരയുന്നത് കണ്ട സന്യാസി അവനോട് ചോദിച്ചു, കുറെ നേരമായല്ലോ നീ കരയാൻ തുടങ്ങിയിട്ട്, എനിക്ക് എന്താണ് പറ്റിയത്? ഞാൻ വളരെ അസ്വസ്ഥനാണ്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ആരും എനിക്ക് ഭക്ഷണവും തരുന്നില്ല. എല്ലാവരും എന്നെ വെറുക്കുന്നു. ഇങ്ങനെയുള്ള ജീവിതത്തെക്കാൾ മരിക്കുന്നതാണ് നല്ലത്. കാക്കയുടെ വാക്ക് കേട്ട് സന്യാസിയുടെ ഹൃദയം കാരുണ്യത്താൽ നിറഞ്ഞു. സന്യാസി കാക്കയോട് പറഞ്ഞു, സുഹൃത്തേ, നമ്മൾ ഏതവസ്ഥയിലും സന്തോഷവാനായിരിക്കാൻ പഠിക്കണം. പക്ഷേ കാക്കയാകട്ടെ സന്യാസിയുടെ വാക്കൊന്നും കേൾക്കാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. നീ എന്താ ആഗ്രഹിക്കുന്നത്? എന്നോട് പറയൂ. എനിക്ക് എന്താ വേണ്ടത്? ഞാൻ എന്റെ മന്ത്രം കൊണ്ട് നിനക്കത് സാധിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങൾക്കൊരു ഹംസമാക്കാൻ പറ്റുമോ? അത്രയുള്ളൂ. ശരി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ അതിനു മുമ്പ് ഹംസൻ ജീവിതത്തിൽ സന്തോഷവാനാണോ എന്ന് അവന്റെ അടുത്ത് പോയി നീ ഒന്ന് ചോദിച്ചിട്ട് വാ. അതുവരെ ഞാനിവിടെ നിന്നെ കാത്തിരിക്കാം. കാക്ക സന്തോഷത്തോടെ ഹംസയെ കാണാൻ പറന്നുപോയി. ഒരു ഹംസം കുളത്തിൽ നീന്തുന്നത് കണ്ട് അവൻ ഹംസയുടെ അടുത്തേക്ക് പോയി ഇങ്ങനെ പറഞ്ഞു, നീ എത്ര സുന്ദരിയാണ്, പാല് പോലെ വെളുത്തത്. എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിലേറ്റവും സന്തോഷമുള്ള പക്ഷി നീയാണ്, അല്ലേ? ഹംസം സങ്കടത്തോടെ കാക്കയോട് പറഞ്ഞു, അല്ല സുഹൃത്തെ, ഞാനൊട്ടും സന്തോഷവാനല്ല. ഈ ലോകത്ത് ഒരുപാട് മനോഹരമായ നിറങ്ങളുണ്ട്. എന്നിട്ട് എനിക്കോ ഒരു നിറവുമില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും സന്തോഷമുള്ള പക്ഷി തത്തയാണെന്നാണ്. തത്തയ്ക്ക് എന്തോരം നിറമാണ്! ഓർത്തിട്ട് തന്നെ എനിക്ക് കൊതിയാവുന്നു. എനിക്ക് തത്തയെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അതിരിക്കട്ടെ, നീ എന്താ ഇതൊക്കെ ഇപ്പോ എന്നോട് ചോദിക്കാൻ? അല്ല, ഞാൻ വിചാരിച്ചു നീയാണ് ഈ ലോകത്തിലെ സന്തോഷമുള്ള പക്ഷിയെന്ന്. ഞാൻ നിന്നെ പോലെ ആകാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ നീ ഇപ്പോൾ ഇത് പറയുന്നത് കേട്ടപ്പോൾ എനിക്കും തോന്നുന്നു തത്തയാണ് ഏറ്റവും നല്ലതെന്ന്. കാക്ക ഇത് കേട്ട് അവിടെ നിന്നും പറന്ന് തത്തയുടെ അടുത്തേക്ക് പോയി. അവിടെ എത്തി കാക്ക ഇത് തന്നെ ആവർത്തിച്ചു. തത്തേ, നീ വളരെ സുന്ദരിയാണ്. നിന്നെ കാണാൻ എന്തു ഭംഗിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നീയാണ്, അല്ലേ? തത്ത വളരെ സങ്കടത്തോടെ കാക്കയോട് പറഞ്ഞു, അല്ല സുഹൃത്തേ, മനുഷ്യർ ഞങ്ങളെ കൂട്ടിൽ വളർത്തുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ആരെങ്കിലും എന്നെയും പിടിച്ചുകൊണ്ട് പോയി കൂട്ടിലിട്ടാലോ? എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള പക്ഷി മയിലാണെന്നാണ്. കാക്ക ആകെ ആശയക്കുഴപ്പത്തിലായി. എന്നിരുന്നാലും മയിലിന്റെ അടുത്തേക്ക് പോകാൻ തന്നെ കാക്ക തീരുമാനിച്ചു. കാക്ക അവിടെ നിന്നും മയിലിനെ തേടി പറന്നു. ഒടുവിൽ മൃഗശാലയിലെ കൂട്ടിലുണ്ടായിരുന്ന ഒരു മയിലിനെ കണ്ടു. അവിടെയാണെങ്കിൽ നൂറുകണക്കിന് ആളുകൾ മയിലിനെ കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നു. ഇത് കണ്ട് കാക്ക മനസ്സിൽ ഉറപ്പിച്ചു, മയിൽ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. കാക്ക മയിലിനോട് അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. മയിൽ മറുപടി പറഞ്ഞു, സൗന്ദര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഈ സൗന്ദര്യം കാരണമാണ് ഞാനിപ്പോൾ ഈ മൃഗശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ ആളുകൾ എൻ്റെ തൂവലുകൾ പറിച്ചെടുക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയാണ്. മയിലിൽ നിന്ന് ഈ മറുപടി കേട്ട് കാക്ക ആശ്ചര്യപ്പെട്ടു. കാക്ക മയിലിനോട് ചോദിച്ചു, ഇത്രയും സൗന്ദര്യമുള്ള നീ സന്തോഷവാനല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി? നിനക്കറിയാമോ? എനിക്ക് തോന്നുന്നത് നീ തന്നെയാണെന്നാണ്. ആളുകൾ നിങ്ങളെ പിടിക്കാനും കൂട്ടിലിടാനും ഒന്നും ശ്രമിക്കുന്നില്ലല്ലോ. അപ്പോൾ നീ തന്നെയല്ലേ ഭാഗ്യവതി? ഞാനൊരു കാക്കിയായിരുന്നെങ്കിൽ എനിക്കും സന്തോഷത്തോടെ എല്ലായിടത്തും പറന്ന് നടക്കാമായിരുന്നു. അന്ന് ആദ്യമായി അവനൊരു കാക്കയായതിൽ അവന് വളരെയധികം സന്തോഷം തോന്നി. അവൻ തിരിച്ചു വന്ന് സന്യാസിയോട് പറഞ്ഞു, എനിക്കിപ്പോൾ മറ്റാരും ആകാൻ ആഗ്രഹമില്ല. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. കാക്ക നടന്നതെല്ലാം സന്യാസിയോട് പറഞ്ഞു.
ഈ കഥയിൽ നിന്നും നമുക്കെന്ത് മനസ്സിലാകുന്നു? മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് സങ്കടപ്പെടുകയും സ്വയം ശപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്ത് ഫലമാണ് നമുക്ക് കിട്ടുക? നമുക്ക് ഇല്ലാത്തത് നോക്കുന്നതിന് പകരം ഉള്ളതിൽ സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. ഈ കഥ ഓർമ്മപ്പെടുത്തുന്നതും ഇത് തന്നെ. നിങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതലും കുറവുമുള്ള ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും താരതമ്യം തുടരുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമുണ്ടാവുകയില്ല. ഉള്ളത് കൊണ്ട് സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക. നമുക്ക് ഇത് മാത്രമാണുള്ളത് എന്ന് ചിന്തിക്കാതെ ഇതും നമുക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുമായി അനാവശ്യമായ താരതമ്യം ഒഴിവാക്കുക. ജീവിതം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെ പുറത്തുനിന്ന് മാത്രം വിലയിരുത്തി അവരുമായി താരതമ്യം ചെയ്യരുത്. എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങളും വിജയം നേടാനുള്ള വഴികളും വ്യത്യസ്തമാണ്. താരതമ്യം ചിന്തകൾക്ക് പകരം സ്വയം മെച്ചപ്പെടുത്തലിന് പ്രാധാന്യം നൽകുക. ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക. ആരോഗ്യകരമായ ഒരു ശരീരം, നല്ല സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരുടെ സ്നേഹം, നല്ല ഭക്ഷണം, അങ്ങനെ ചെറുതും വലുതുമായ ഓരോ നിമിഷവും പ്രീതിപൂർവ്വം നോക്കുക. ദൈവത്തോട് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഉപാധി എന്തുമാകട്ടെ അതിനോട് നന്ദി പറയുക. ഓരോ ദിവസവും സമാപിക്കുന്നതിന് മുമ്പ് ആ ദിനത്തിൽ നടന്ന ഒരു നല്ല അനുഭവം ഓർത്തെടുക്കുക. നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുമ്പോൾ നാം നമ്മുടേതായ ഒരു സമാധാനം എന്നും കണ്ടെത്തും.